ഏതായാലും അക്രമം ഞങ്ങളായിട്ട് ആരും സൃഷ്ടിക്കുന്നില്ല, ഞങ്ങളുടെ വഴിയല്ല. എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഞങ്ങളുടെ സഖാക്കളുടെ ജീവ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഞങ്ങളുടെ കടമയാണ്. അത് അത്തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും കൂടെ നടക്കില്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്നൊരു നിലയുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നതിന്റെ തെളിവായി നിങ്ങൾ അർഹിച്ച ഒരു വിധി അല്ല ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം പുറത്തു വന്നതിന് ശേഷം ജനാധിപത്യം ഏറ്റവും കൂടുതൽ നിശ്ചിതമായി വിമർശിക്കേണ്ടുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ഘടകങ്ങളിൽ നിന്ന്, നിങ്ങളുടെ അണികളിൽ നിന്ന്, നിങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്ന് പോലും ഉണ്ടായി. പാനൂരിൽ ആ കണ്ട ദൃശ്യങ്ങൾ, വടിവാളുമെടുത്ത് തലയിൽ ചുവന്ന തുണി കെട്ടിക്കൊണ്ട് പാനൂരിലെ വഴികളിലൂടെ പോയ ആ കാഴ്ച, ആ സഖാക്കളുടെ കാഴ്ച, അത് നിങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. കേരളത്തിലെ വോട്ടർമാർ, പ്രബുദ്ധരായ വോട്ടർമാർക്ക് നിങ്ങളത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. ഫറോക്കിൽ കേൾക്കുന്ന വെല്ലുവിളി, പത്തനംതിട്ടയിൽ കേൾക്കുന്ന വെല്ലുവിളി, ആ നിലയ്ക്ക് അരിവാളിന് മറ്റുപയോഗങ്ങൾ ഉണ്ടെന്ന് ജനങ്ങളോട് പറയാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ ചില വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് കാണിച്ചു. എന്നാൽ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് തന്നെ ഉണ്ട്. ആ വീഡിയോയിലെല്ലാം നേതാക്കന്മാരടക്കം പ്രസംഗത്തിൽ പറയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അതിനെ നേരിടും എന്നതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയുന്ന കാര്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസവും പിറ്റേ ദിവസവും തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു പ്രകോപനവുമില്ലാതെ പലരും ഇത് തെരഞ്ഞെടുപ്പ് വിജയം കിട്ടി, കേരളത്തിൽ ഉദ്ദേശിച്ചേക്കാളും വിജയം കിട്ടി, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന മേഖലകളിൽ ഇന്ന വിജയം കിട്ടി എന്ന് കണ്ടപ്പോൾ പല രീതിയിലും ഇടതുപക്ഷത്തെ ആക്രമിക്കാനും ഇടതുപക്ഷം അങ്ങ് തീർന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് ഇടതുപക്ഷം ഇല്ലാതായി എന്ന രൂപത്തിലൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അത്തരത്തിൽ ആക്രമണം വരുമ്പോൾ പാർട്ടി സഖാക്കൾ അതിനെ ചെറുത്തിട്ടുണ്ട്. ആ ചെറുപ്പ് നിൽപ്പിന്റെ ചില വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഏതായാലും അക്രമം ഞങ്ങളായിട്ട് ആരും സൃഷ്ടിക്കുന്നില്ല, ഞങ്ങളുടെ വഴിയല്ല. എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഞങ്ങളുടെ സഖാക്കളുടെ ജീവ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഞങ്ങളുടെ കടമയാണ്. അത് അത്തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും കൂടെ നടക്കില്ല അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്നൊരു നിലയുണ്ടല്ലോ. ഇപ്പൊ പാനൂരിലുണ്ടായ പ്രകോപനം എന്താണ്? അങ്ങനെ അക്രമാസക്തരായ ഒരു കൂട്ടം നിങ്ങളുടെ സഖാക്കളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസമൊക്കെ മുക്കിന് പോലീസ് വാനും പോലീസുകാരുമുള്ള ഇടത്ത് ആ പോലീസുകാർ എന്ത് നോക്കി നിൽക്കും? നിങ്ങളുടെ പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം നടത്തുന്നത് നോക്കി നിൽക്കുമോ? ഈ IPC-യിലെ സെൽഫ് ഡിഫൻസ് എന്നുള്ള ഒരു വകുപ്പുണ്ട്. ഭാരതീയ ന്യായ സംഹിതയും സമയം കിട്ടുമ്പോൾ ഒന്ന് തിരിച്ചു നോക്കുക സെൽഫ് ഡിഫൻസ് എന്താണെന്ന്. ഇങ്ങോട്ട് ആക്രമണം വരുമ്പോ ആ മറുകരണം കാണിച്ചു കൊടുത്തിട്ട് ഈ കരണത്തോടെ തല്ലിട്ട് പൊക്കോ എന്ന് പറയാൻ എന്തായാലും ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറാകില്ലല്ലോ. അങ്ങായാലും അത് തയ്യാറാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ കരുതുന്നില്ല. സെൽഫ് ഡിഫൻസിന് യൂണിഫോമും ഇവിടെ ഇങ്ങോട്ട് ആക്രമണം വരുമ്പോ ആ ആക്രമണത്തെ ചെറുക്കാൻ ഞങ്ങൾ പറയട്ടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില വീഡിയോ കാണിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ചില വീഡിയോ അങ്ങ് അയച്ചു തരാം. കാലിൽ ഇതുപോലെ തന്നെ വടിവാള് ഉറപ്പിച്ചു വെച്ചിട്ട് ലീഗ് പ്രവർത്തകർ, CPM പ്രവർത്തകരെ ആക്രമിക്കുന്ന അടക്കമുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. താങ്കൾ TV കാണിക്കും. അതുകൊണ്ട് ഞങ്ങളായിട്ടൊരു പ്രകോപനം ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഞങ്ങളായിട്ടൊരു പ്രകോപനം ഉണ്ടാക്കാൻ പോയില്ല. നിങ്ങളോടുള്ളതിന്റെ മറുപടി നിങ്ങൾ പറയൂ. അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത ചുവന്ന തുണിയെടുത്ത് തലയിൽ കെട്ടി റിസൾട്ട് വന്ന ദിവസം വീടുകളിലടക്കം കയറി, പാനൂരിൽ വീട്ടിലടക്കം കയറി അക്രമം നടത്താനുള്ള പ്രകോപനം എന്തായിരുന്നു? അത് ഒരു തിരഞ്ഞെടുപ്പിൽ വിധി എഴുതിയ ജനങ്ങളോട് മുഴുവനുമുള്ള വെല്ലുവിളിയല്ലേ? ഇനി ഞാൻ ചോദിച്ച കാര്യം, അങ്ങനെ ഏകപക്ഷീയമായ ആക്രമണം നടത്താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾ പറഞ്ഞത് ലീഗുകാരുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, UDF-ന്റെ പ്രതിനിധി ഞാൻ ചോദിച്ചിരിക്കും അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. പക്ഷേ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പും പോലീസും എന്തിനാണ്? ഞാനതിലേക്ക് വരാം. ഞാൻ ചില വീഡിയോ അങ്ങ് അയച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോ അങ്ങ് കാണിക്കുമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം. ആരാണ് പ്രകോപനം ഉണ്ടാക്കിയെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ അക്രമത്തിന്റെ വഴിയല്ല. താങ്കൾ കേൾക്ക്. അങ്ങയോടല്ല ചോദ്യത്തിനല്ലേ മറുപടി പറയുന്നത്. താങ്കളുടെ ചോദ്യം കേട്ടിട്ടല്ലേ മറുപടി പറയുന്നത്. ചോദ്യം കേൾക്കാതെയല്ലോ മറുപടി പറയുന്നത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം കിട്ടില്ല. കണക്ക് വെച്ച് ഞാനങ്ങ് പറഞ്ഞല്ലോ,
110 സീറ്റിൽ നിന്ന് UDF 80 സീറ്റിലേക്ക് ചുരുങ്ങിയ കണക്കടക്കം പറഞ്ഞപ്പോൾ UDFന്റെ പ്രതിനിധി പറഞ്ഞത് അയ്യോ ഞങ്ങൾ ജയിച്ചു എന്നത് അംഗീകരിച്ചു. നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് ഇത്ര സീറ്റ് വർധനവുണ്ടായി, 7 ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഇത്ര, ബ്ലോക്ക് ഇത്ര, മുനിസിപ്പാലിറ്റി, ഞാൻ ചോദിച്ച അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് അങ്ങ് കണക്കിലേക്ക് വളച്ചൊടിച്ചു പോകരുത് അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. ഞാൻ ചോദിച്ച അക്രമ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങ് തിരികെ വരൂ. ആ നിലയ്ക്കുള്ള കാര്യങ്ങളെ പാർട്ടി എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കാണിച്ച അക്രമ പ്രവർത്തനങ്ങൾ സെലക്ടീവ് ലീക്കേജ് ആണ്. യഥാർത്ഥത്തിൽ നടന്ന മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നടന്ന പല സംഭവ വികാസങ്ങളും മറച്ചുവെച്ച് ആദ്യ സീനുകളൊക്കെ വെട്ടിമാറ്റി അതിനുശേഷം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സെൽഫ് ഡിഫൻസ്, ഒരു പ്രതിരോധം, ആ പ്രതിരോധം എടുത്തു കാണിച്ചിട്ട് ഇത് നിങ്ങളുടെ രീതിയാണോ എന്ന് ചോദിച്ചാൽ ചില പ്രതിരോധമെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രീതിയായിട്ട് വരും. കാരണം ജനിച്ച നാട്ടിൽ അന്തസ്സായി സംഘടനാ പ്രവർത്തനം നടത്തി ഒരു തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവിയുടെ ഭാഗമായിട്ട് അങ്ങ് തീർത്ത് കളയാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള രീതിയോ പ്രഖ്യാപനമോ അല്ല, അത് ആരെങ്കിലും നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുമല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങളും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരെയും റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ തീർന്നിട്ടുണ്ട്. അങ്ങനെ തീരാൻ കഴിയില്ല അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. അത് ആ അക്രമ പ്രവർത്തനങ്ങൾ അങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഇനി ലീഗുകാരോ കോൺഗ്രസുകാരോ അക്രമ പ്രവർത്തനം നടത്താൻ തെരഞ്ഞെടുപ്പ് ദിവസം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന് പരിചയം ഒരുക്കുക, പ്രതിരോധം ഒരുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ രീതി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അത് നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് പോലീസ് ഇല്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ഞാൻ പറഞ്ഞല്ലോ, 2 വകുപ്പ് ആ സെൽഫ് ഡിഫൻസ് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്വാഭാവികമായിട്ടും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അത് ഏത് ഗ്രാമപ്രദേശങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർക്ക് അറിയാം. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 പേർക്കും കൃത്യമായി ബോധ്യമുണ്ട്. പക്ഷെ അവരെ ചർച്ചയിൽ പറയുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള ചില വീഡിയോ കാണിച്ചിട്ട് മാതൃഭൂമിക്ക് ഏത് വീഡിയോ കാണിക്കണം? ഒരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അന്തസ്സായി CPM-ന്റെ വേർഷം പറയാനാ. നിങ്ങളാണ് പ്രകോപനം ഉണ്ടാക്കുന്നത്. നിങ്ങളാണ് പ്രകോപനം ഉണ്ടാക്കുന്നത്. നിങ്ങൾ എഴുതി കൊണ്ടുവന്ന ഉത്തരവ് എന്നിൽ നിന്ന് കിട്ടൂല. ചോദിക്കുകയും ചെയ്യും അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. പക്ഷേ വലിയ ആൾക്കൂട്ടം വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന നിലയ്ക്ക് ആൾക്കൂട്ട ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ ദിവസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനത്തെയും ആ പോലീസ് സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്ന് കൂടി പറഞ്ഞു വെച്ചു പോകൂ. IPC-യിൽ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ച് വിളിക്കാം. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇഷ്ടമുള്ള പേര് വെച്ചിട്ട് തന്നെയാണല്ലോ വിളിക്കുന്നത്. CPM-നെ ആക്രമിക്കാൻ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ നിങ്ങൾക്ക് തോന്നിയ ഇൻട്രോ, തോന്നിയ സമാപനം, കൺക്ലൂഷൻ, തോന്നിയ വാക്കാ പറയുന്നത്. അത് പറഞ്ഞോ, അതൊക്കെ നിങ്ങളുടെ പ്രയോറിറ്റിയാണ്. പക്ഷേ ചില വീഡിയോ വെട്ടിമാറ്റി ഇതൊക്കെ ഉള്ളൂ ഈ കേരളത്തിൽ എന്ന് കാണിക്കണ്ട. യഥാർത്ഥ സംഭവങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അധിക്ഷേപിക്കുന്നതോ അപമാനിക്കുന്നതോ ആയിട്ടുള്ള ഒരൊറ്റ വാക്ക് ഈ സ്ഥാപനത്തിൽ നിന്നോ ഈ ഡെസ്കിൽ നിന്നോ വന്നിട്ടില്ല. ആ നിലയ്ക്ക് ആളുകളുടെ കണ്ണുകെട്ടി പോകരുത്. അങ്ങേക്ക് പറയാനുണ്ടെങ്കിൽ ഏത് വാക്കെന്ന് അങ്ങ് പറയൂ. അല്ല, ഞാൻ ആ കാര്യത്തിൽ ഒരു തർക്കമേ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാചകം, ഇഷ്ടമുള്ള വീഡിയോ, ഇഷ്ടമുള്ള വാക്ക്, ഇതെല്ലാം 4ാം തൂൺ എന്ന രൂപത്തിൽ പ്രയോറിറ്റിയുടെ ഭാഗമായി നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. പക്ഷെ ഞാൻ ഇന്നതാ മറുപടി പറഞ്ഞിട്ട് പോകണമെന്ന് പറയാൻ താങ്കൾക്ക് ഒരു അധികാരമില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു, എന്റെ പാർട്ടിയുടെ നിലപാട് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു. താങ്കൾക്ക് അത് മനസ്സിലാവുകയും മനസ്സിലാകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമം ഞങ്ങളുടെ വഴിയല്ല. പക്ഷേ ഞങ്ങളെ യാതൊരു പ്രകോപനമില്ലാതെ ആക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഖാക്കൾ അതിനെ ചൊരുക്കും. സംസ്ഥാനത്ത് ഇടതുപക്ഷം വലിയ വില കൊടുക്കേണ്ടി വരും. ഏറ്റവും ചുരുങ്ങിയത് 2 പതിറ്റാണ്ടായിട്ടെങ്കിലും കേരള രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, ആ ദൃശ്യങ്ങൾക്ക് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ശരി, അല്ല, നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ തിരുത്തുമ്പോ നിങ്ങൾ എന്തായാലും തിരുത്താൻ ഉറച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ തിരുത്താൻ ഉറച്ചിരിക്കുകയാണല്ലോ. ഇത് കൂടി തിരുത്തു അഡ്വക്കേറ്റ് കെ. അരുൺകുമാർ. കേരള രാഷ്ട്രീയം അങ്ങ് പറഞ്ഞതുപോലെ അക്രമാസക്തമായ നിലയ്ക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധാരണ പൗരന്റെ ഏറ്റവും വലിയ അഭിപ്രായ പ്രകടനമായി കണ്ടാൽ മതി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ നേരിടാൻ ഈ പാർട്ടിക്ക് കഴിയും. അതിന് മാതൃഭൂമിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ എന്റെ ഒരു അഭിപ്രായം വോട്ട് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. വോട്ട് ചെയ്യുന്നവന്റെ അഭിപ്രായത്തിന് ഒരു വിലയുണ്ടല്ലോ ജനാധിപത്യത്തിൽ, അതങ്ങ് കണക്ക് കൂട്ടിയാൽ മതി.